നമസ്കാരം. ഓപ്പൺ ദി ഡോർ ടു യുവർ ഡ്രീം ഡെസ്റ്റിനേഷൻ. മനോഹരമായ ഒരു വാചകമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ, +2 കഴിഞ്ഞാൽ എന്ത് എന്ന ചോദ്യത്തിന് നിങ്ങൾ ഈ മനോഹരമായ വാതിൽ തുറക്കൂ. സ്വദേശത്തും വിദേശത്തുമൊക്കെ മികച്ച ശമ്പളത്തിൽ, മികച്ച ജീവിത നിലവാരത്തിൽ നിങ്ങൾക്ക് ജീവിക്കുവാനും ജോലി ചെയ്യുവാനും കഴിയുന്ന പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തെയാണ് ലൈവ് ടിവിയുടെ എൻറ്റയർ മീഡിയ ടീം ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കുറുപ്പന്തറ മാഞ്ഞൂറുള്ള സെൻറ്റ് സേവേഴ്സ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ ഇവിടെ ഏതൊക്കെ കോഴ്സുകൾ, എന്തൊക്കെ അറിയാം, പറയാം. ഖമോൺ. സെൻറ്റ് സേവേഴ്സ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഇതിൻ്റെ ബഹുമാന്യനായ ഡയറക്ടർ സിമ്മി മാത്യു സാറിനെ എണ്ണപ്പോൾ സാറിനെ പ്രോഗ്രാമിലൊക്കെ ഹാർദമായി സ്വാഗതം ചെയ്തു. ഒരുപാട് നാളായി കണ്ടിട്ട്. നമുക്ക് ഇവിടെ പ്രധാനം ഏതൊക്കെ കോഴ്സുകളാണ്, പാരാമെഡിക്കൽ കോഴ്സുകളാണ് ഇപ്പോൾ ഏറ്റവും ഈ കാലഘട്ടത്തിൻ്റെ ജോലി സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് പ്രധാനമായിട്ടുള്ളത്? നമുക്കിവിടെ നേഴ്സിംഗ് ആണ് കൂടുതലായിട്ടും വരുന്നത്. നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 വർഷത്തെ ഉണ്ട്, അതുപോലെ തന്നെ 1 വർഷത്തെ ഉണ്ട്, 6 മാസത്തെ ഉണ്ട്. അത് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് കോഴ്സുകളാണ് ബാക്കിയല്ല. പിന്നെ ANMന് പകരമായിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യൻ്റ് കെയർ എന്നൊരു കോഴ്സാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ ഇവിടെ റണ്ണിങ് ആയിട്ട് പോകണം. 1 വർഷം ഏകദേശം ഒരു ബാച്ചിൽ 100-120 പിള്ളേരോളം നമുക്ക് അതിന് തന്നെയായിട്ടുണ്ട്. ശരി. അപ്പം അത് നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉള്ളത് നമുക്ക് അതിനാണ്. അതായത് ഞങ്ങൾ തന്നെ പ്ലേസ്മെൻറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പിള്ളേരെ 1 വർഷം നമ്മളിവിടെ ക്ലാസ് കൊടുത്തു, അതായത് കോച്ചിങ് ക്ലാസ് കൊടുത്തിട്ട് ട്രെയിനിങ് അടുത്ത ഒരു ട്രെയിനിങ്ങും ഉണ്ട്, നമ്മൾ ക്ലാസ്സും ഉണ്ട് ഈ ആദ്യത്തെ വർഷം. ശരി. 2ാമത്തെ വർഷം മൊത്തം നമ്മൾ പിള്ളേരെ ഹോസ്പിറ്റലിൽ ഒരു ട്രെയിനിങ്ങിനായിട്ട് കയറ്റും. ശരി. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റലുണ്ട്, അവിടെ തന്നെയാണ് അവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ 1 വർഷത്തെ ബേസിക് കൊടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ 1 വർഷം മൊത്തമായിട്ട് ഇവരെ ട്രെയിനിങ് പീരീഡിൽ കയറ്റുവാണ്. അപ്പോൾ കോഴ്സിൻ്റെ കാലാവധി 2 വർഷം. 2 വർഷം. ഈ ട്രെയിനിങ് പീരീഡ് കയറ്റുമ്പോൾ അവർക്ക് സ്റ്റൈഫൻഡ് കിട്ടും. ഒരു വർഷം 1 മാസം ഏറെക്കുറെ ഒരു 5000 രൂപ അവർക്ക് സ്റ്റൈഫൻഡായിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ 1 വർഷം മൊത്തമായിട്ട് നമ്മളങ്ങനെ വിടുന്നത്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ മൂവ്മെൻ്റ് ഉള്ള കോഴ്സുകൾ, ഏറ്റവും കൂടുതൽ ഇവിടെ പഠിക്കുന്ന പിള്ളേർ ഏറ്റവും കൂടുതൽ അതിനുള്ളതാണ്. പിന്നെ അതുകൂടാതെ നമുക്ക് ലാബറട്ടറിയിലെ ചെറിയ കോഴ്സുകളുണ്ട്. പിന്നെ ഫാർമസി അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ കോഴ്സുണ്ട്, അതിനും പിള്ളേരുണ്ട്. അതുപോലെ തന്നെ MRI CT അങ്ങനെ സ്കാനിങ്ങിൻ്റെ കുറച്ച് കോഴ്സുകളുണ്ട്. പിന്നെ OT ടെക്നീഷ്യൻ്റെ കോഴ്സുണ്ട്, ഡയാലിസിസ്, അങ്ങനെ മെഡിക്കലിലെ എല്ലാ കോഴ്സുകളും ഒരുമാതിരിപ്പെട്ട കോഴ്സുകളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് മെയിനായിട്ട് പിള്ളേരുള്ളതും ഇതും ഈ നേഴ്സിംഗ് കോഴ്സിനാണ്. 2 വർഷത്തെ ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യൻ്റ് കെയർ എന്ന് പറഞ്ഞ കോഴ്സാണ്. അറിയാം, ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് നേഴ്സിംഗ് ഫീൽഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ കോഴ്സുകളുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്? ക്വാളിഫിക്കേഷൻ നമ്മൾ 2 ഇയർ കോഴ്സിനൊക്കെ ആണെങ്കിൽ 10ാം ക്ലാസ് മതി ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നമ്മൾ +2 എങ്കിലും പോയി ജയിച്ചാൽ ഇനി ഫെയിൽ ആയാലും കുഴപ്പമില്ല. പിള്ളേർക്കൊരു പക്വത വേണം, ബേസിക് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലായി. ഇതെല്ലാം ഇംഗ്ലീഷിലാണ്, പക്ഷെ നമ്മൾ മലയാളത്തിലും കൂടി പറഞ്ഞ് പഠിപ്പിക്കുന്നു. പക്ഷേ നമുക്കൊരു പിള്ളേർക്കൊരു ഇത് കിട്ടണമെങ്കിൽ, അതായത് ഒരു കാര്യം മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ 10 കഴിഞ്ഞ് പെട്ടെന്ന് വന്നാൽ പറ്റില്ല. ശരിക്കും 10th പോയി ശരിക്കും ക്വാളിഫിക്കേഷൻ. അതേപോലെ നമ്മുടെ അഡ്മിഷൻ ടൈം എപ്പോഴാണ് സാർ? അഡ്മിഷൻ ഇപ്പം നടക്കുന്ന ടൈം ഏറെക്കുറെ ഈ ഫസ്റ്റ് +2ൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ തന്നെ അതിന് മുമ്പ് തന്നെ നമ്മൾ തുടങ്ങും. നമുക്ക് ഒത്തിരി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഡിസംബർ തൊട്ട് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ഇവിടെ പഠിക്കുന്ന പിള്ളേരും അങ്ങനെ നമ്മൾ അറിയാവുന്ന നേരത്തെ പഠിച്ചു പോയ പിള്ളേരുടെയൊക്കെ ആൾക്കാർ വന്ന് ഇപ്പോൾ നേരത്തെ തന്നെ അഡ്മിഷൻ നമ്മൾ ഏറെക്കുറെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ അഡ്മിഷൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ നേഴ്സിംഗ് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് പെൺകുട്ടികൾക്കുള്ള കോഴ്സ്. പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ
ഒരുപാട് ആൺകുട്ടികളും നേരത്തെ പഠിച്ച കുട്ടികളൊക്കെ പറഞ്ഞു ആൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ കോഴ്സുകളാണ് ഇവിടെ ഉള്ളതെന്ന്. അപ്പോൾ അതും ഉണ്ടല്ലേ, അങ്ങനെയുണ്ടോ? പെൺകുട്ടികൾക്ക് തന്നെ ആൺകുട്ടികൾക്കും ഉണ്ട് കോഴ്സ്. ആൺകുട്ടികൾ ഈ സെയിം നേഴ്സിംഗ് എല്ലാ കോഴ്സും ആൺകുട്ടികൾക്കും പെൺകുട്ടികളുമായിരുന്നു നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. ശരി. പിന്നെ എല്ലായിടത്തും ആൺകുട്ടികളെ അധികം പഠിപ്പിക്കുക ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ് പഠിച്ചത്. പക്ഷേ അവർക്കും ഭയങ്കര ചാൻസസ് ആണ് വെളിയിലേക്ക് പോകാനുള്ളതും ഒക്കെ ആയിട്ട്. ആണല്ലേ. ഹലോ, എൻ്റെ പേര് ഭരത് ജയപ്രകാശ്. ഇത് എൻ്റെ കൂട്ടുകാരൻ പ്ലസിനാണ്. അപ്പോൾ ഞാൻ സെൻറ്റ് സേവിയർ സ്കൂൾ ഓഫ് നഴ്സിംഗിലെ നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഇവർ തന്നെ നമുക്ക് കുറേ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പഠിപ്പീരും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ടീച്ചർമാരാണെങ്കിലും എല്ലാവരും നമ്മളെ കമ്പനിയാണ്, സ്റ്റാഫുമാരും എല്ലാവരും. പിന്നെ ആഘോഷങ്ങളും കാര്യങ്ങളും അതിൻ്റേതായ കാര്യങ്ങൾക്ക് പോകും. പിന്നെ അത്യാവശ്യം ഫ്രീഡം കാര്യങ്ങളും നമുക്ക് തരും. പിന്നെ ബാക്കി പിള്ളേരുടെ ഭാവികളും ഇവിടെ സുരക്ഷിതമാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ അടിപൊളിയാണ്. ഇവിടെ പഠിക്കുക നല്ല കാര്യമാണ്. നമുക്കപ്പോൾ ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ? നമുക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ഹോസ്റ്റൽ സൗകര്യമുണ്ട്. അതും മിതമായ റേറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫുഡൊക്കെ നമ്മൾ തന്നെ ഹോംലി ഫുഡ് പോലെ അവിടെ തന്നെ മേക്ക് ചെയ്യുകയാണ്. എല്ലാം നമ്മൾ തന്നെ നടത്തുകയാണ്. ശരി. അപ്പോൾ പ്രിൻസിപ്പള് താങ്കളുടെ വൈഫാണ്? വൈഫാണ്. ഞാനും പുള്ളിക്കാരത്തിനാണ്, ഞാനും വൈഫും കൂടിയാണ് നടത്തുന്നത്. ശരി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റാഫുകളുണ്ട്. സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട്. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഉള്ള ആൾക്കാരാണ് കൂടുതലും. അവരെല്ലാവരും ഞങ്ങളുമായിട്ട് അതുപോലെ സഹകരിക്കുന്നത്. ഞങ്ങൾ താങ്കളെ വെയിറ്റ് ചെയ്ത താങ്കൾ തിരക്കായിരുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ആ സ്റ്റാഫിൻ്റെയൊക്കെ ഒരു സമീപനം ശരിപ്പോൾ നിങ്ങളൊരു വീട്ടിലേക്ക് വന്ന പോലെ, വീട്ടിൽ നമ്മൾ ആളുകളൊക്കെ നമ്മളോട് ഇടപെടുകയല്ലേ, അങ്ങനെ ഒരു സമീപനമായിരുന്നു അവർ ഞങ്ങളോട് ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റ്. ശരിക്കും അത് നല്ലൊരു മനസ്സാണ് അല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതുപോലെ നിൽക്കുന്നത് സ്റ്റാഫുകളുടെ ഒറ്റ കഴിവ് കൊണ്ടാണ്. ഞങ്ങൾ മാത്രം എന്ന് പറയാം. അതെ, അവരാണ് നമുക്ക് ബേസിക് ആയിട്ട് എല്ലാ കാര്യത്തിലും എല്ലാത്തിനും സ്ട്രോങ് ആയിട്ട് എല്ലാ പഠിപ്പിക്കുന്ന കാര്യത്തിലും ബാക്കിയുള്ള എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നേരത്തെ പഠിച്ച കുട്ടികൾ പറഞ്ഞത് പഠനശേഷം ജോലി അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇവിടും തന്നെ താങ്കൾ അതിന് പ്ലേസ്മെൻറ്റ് സെല്ല് സ്വദേശത്തോ വിദേശത്തോ എവിടെ വേണമെങ്കിലും റെഡിയാക്കി കൊടുക്കുന്നു. അതൊരു വലിയ സേവനമാണല്ലേ? അതെ, അതിനകത്ത് നമ്മൾ ഒത്തിരി പിള്ളേർ വേറെ പല സ്ഥലത്തും പിടിച്ചിട്ട് ഞങ്ങളെടുക്കുക വരുന്നുണ്ട് ജോലിക്ക്. അവരാരും ഇത് ഫോളോ അപ്പ് ചെയ്യുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആരും കുറ്റം പറയുന്നതല്ല. പക്ഷേ നമ്മളിവിടെ പഠിച്ച പിള്ളേർ ഞങ്ങളെടുക്കുക വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോൾ ഏത് വർഷം പഠിച്ച് കഴിഞ്ഞിട്ട് പോയാലായിക്കോട്ടെ, ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓൺ സ്പോട്ട് നമ്മൾ പ്ലേസ്മെൻറ്റ് നമുക്ക് ഏറെക്കുറെ 40 ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ഉണ്ട് കേരളത്തിന് വെളിയിലുമായിട്ട്. അപ്പം എവിടെ വേണമെങ്കിലും നമുക്ക് ജോലിക്ക് പിള്ളേരെ നമ്മൾ പ്ലേസ്മെൻറ്റ് ചെയ്യും. ഇത് പഠിച്ചിറങ്ങിയപ്പം തന്നെ നമ്മൾ ഏറെക്കുറെ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ തന്നെ ഇവർക്ക് 5000 രൂപയാണ് സ്റ്റൈഫൻഡ് ഏറ്റവും കുറഞ്ഞത് മേടിക്കുന്നുണ്ട്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ഉണ്ട്. അതുകൂടാതെ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് പഠിക്കുന്ന ശേഷം നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 8 രൂപ തൊട്ട് 10 രൂപയ്ക്ക് ഇറങ്ങി സ്റ്റാർട്ടിങ് സാലറിക്ക് നമ്മളിവിടെ നേഴ്സിങ്ങിന് ജോലിക്കായിട്ട് കയറ്റിയിരിക്കും. നേഴ്സിംഗ് ജോലിക്ക് സെയിം നേഴ്സിംഗ് ജോലി തന്നെയാണ് എല്ലാവരും. അതായത് GNM പഠിച്ചവരും BSc പഠിച്ചവരും എല്ലാവരും പഠിച്ചിറങ്ങുന്ന ചെയ്യുന്ന അതേ ജോലി തന്നെയായിരിക്കും ഇവരും ചെയ്യുന്നത്. എനിക്ക് തോന്നിയ മറ്റൊരു പ്രത്യേകത നല്ല വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ലാബുകൾ, അതേപോലെ ക്ലാസ് റൂമൊക്കെ ആണെങ്കിൽ വല്ല ഡിജിറ്റലൈസ്ഡ് ക്ലാസ് റൂമുകളാണ്. അപ്പോൾ അതൊക്കെ കുട്ടികൾ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ സ്ഥാപനത്തെ കൂടുതൽ? പിന്നെ അത് നമ്മൾ പിള്ളേർ അവരോട് കൂടി ചോദിച്ചത് നിങ്ങൾക്ക് എങ്ങനെ ഇത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ നമ്മൾ ഡിജിറ്റലായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പിള്ളേർക്ക് കണ്ട് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കാൻ പറ്റും. നമ്മൾ പുസ്തകത്തിൽ നോക്കി പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നതിന് ഒരു കാര്യം നേരിട്ട് കണ്ട് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അതിന് വേണ്ടിയുള്ള സൗകര്യത്തിലാണ് നമ്മളങ്ങനെ ചെയ്തേക്കണം. ലാബായാലും ഇത് എല്ലാം അവർക്ക് വേണ്ട കാര്യം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെറിയ കോഴ്സാണ് കാര്യം പറഞ്ഞാൽ, പക്ഷേ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും. അതുകൊണ്ടാണ് അഡ്മിഷൻ കൂടുന്നത്. അത് ആയിരിക്കും. അതുപോലെ തന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഇപ്പം കുട്ടികൾ ഞാൻ സംസാരിക്കായിരുന്നു കുറച്ച് നേരം, ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ നല്ല സമീപനം, ഒരു ഫ്രണ്ട്ലിയാണ്, പക്ഷേ സ്ട്രിക്റ്റാണ് എങ്കിലും നല്ല ഒരു സമീപനമാണ്. ഒരു സ്ഥാപനത്തിലെ ഏറ്റവും വലിയ വിജയം താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാഫിനെ പോലെ തന്നെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റികൾ, വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റികളാണ് ഇവിടെ ഉള്ളത്. അതേക്കുറിച്ച് കൂടി. ഫാക്കൽറ്റികൾ എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല വെൽ എക്വിപ്ഡ് ആയിട്ട് തന്നെയാണ് എല്ലാ കാര്യം ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാഫുകളും അതുപോലെ തന്നെ ഞങ്ങളും ഒക്കെ ഇവിടെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനോട് ക്ലാസ് റൂമിൽ സ്ട്രിക്റ്റ് ആയിരിക്കും കാണാനല്ലായിരിക്കും. വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ നല്ല എൻജോയ്മെൻറ്റിലാണ് കാര്യത്തിൽ പോകുന്നത്. അത് ഇവർക്ക് എല്ലാ ആഴ്ച ഇവർക്ക് കൾച്ചർ പ്രോഗ്രാംസുകളുണ്ട്. ഇവർക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഒരു ദിവസം ബുധനാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞിട്ട് എല്ലാ ആഴ്ചകളിലും ഇവർക്ക് കൾച്ചർ പ്രോഗ്രാംസ് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപ്പിംഗ് സെറമണിയെ, അതുപോലെ ഒത്തിരി പ്രോഗ്രാംസ്, ഓണം സെലിബ്രേഷന്, ക്രിസ്മസ് സെലിബ്രേഷന് എല്ലാം ഇവർ ഭയങ്കര എൻജോയ്മെൻറ്റിലാണ് ഇവർ. എല്ലാം നല്ലത് ഇതായിട്ടായിരിക്കും നിങ്ങൾ ഇറക്കി വിടുകയുള്ളൂ. ശരിക്കും കേരളത്തിലെ ഒരുപാട് നേഴ്സിംഗ് കോളേജുകൾ അല്ലെങ്കിൽ ഇതുപോലെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി
രക്ഷകർത്താക്കൾ പറയുന്നത് ഇവിടേക്ക് താങ്കളുടെ അടുത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മേഡത്തിൻ്റെ അടുത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിലേക്ക് വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ സേഫാണ്, കാര്യം ആ കുടുംബം രക്ഷപ്പെടുന്നു. അങ്ങനെ ഒരു ഗുഡ് വില്ല് ഈ സ്ഥാപനത്തിനുണ്ട്. അത് ഉണ്ട്. ഞാൻ എന്താ പറയുക, പക്ഷേ ഞങ്ങളൊരു കൊച്ചിനെ അവിടെ പഠിപ്പിക്കാൻ എടുത്തു കഴിഞ്ഞാൽ അവരെ ഫുൾ പഠിപ്പിച്ച് അവരെ ഒരു ജോലി ഈ അന്വേഷിച്ചാണല്ലോ ഇവർ വരുന്നത്. നമ്മളെടുക്കെ കൊണ്ട് ആക്കുന്ന കാരണവന്മാർക്കൊരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായും ആ പ്രതീക്ഷ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തിയില്ല. നമ്മളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന പോലെ തന്നെ അവരെ പഠിപ്പിച്ച് ഒരു നല്ല സ്ഥലത്ത് ജോലിക്ക് കയറ്റി. അതാണ് ഞങ്ങളൊരു ഇന്ന് വരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തുടങ്ങിയിട്ട് വർഷങ്ങളായി, 10-12 വർഷത്തിന് മുകളിലായി. തുടങ്ങിയ അന്ന് തൊട്ട് ഇന്ന് വരെ സെയിം പ്രൊസീജിയർ തന്നെയാണ് പോകുന്നത്. ശരിക്കും ഇത്രയും വർഷത്തെ ആ സേവനം വെച്ച് ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സഹനം, ക്ഷമ. അതാണ് നേഴ്സിങ്ങിന് വേണ്ടത്. ചിലപ്പം ജോലിക്ക് കയറി കഴിഞ്ഞാൽ പല പല അനുഭവങ്ങളും പല പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതിൽ നിന്ന് ഒക്കെ ക്ഷമിച്ച് പുറത്ത് നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ. പിന്നെ ജോലി ചെയ്യുന്ന ടൈമിൽ, അതായത് വെയിൽ കൊള്ളണ്ട, മഴ കൊള്ളണ്ട, ഒന്നും വേണ്ട. പക്ഷേ ജോലി ചെയ്യുന്ന ടൈമിൽ ആത്മാർത്ഥതയോടുകൂടി ചെയ്താൽ മാത്രം മതി, അവർ വിജയിച്ചിരിക്കും. അതാണ് എൻ്റെ പിള്ളേർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഡ്മിഷന് വരുമ്പോഴായാലും ഞങ്ങൾ പറയുന്നതാണ്, ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ ഇന്നതാണ്. അതായത് ഒരു പേഷ്യൻറ്റിനെ കെയറിങ് എന്ന് പറഞ്ഞാൽ അതിന് മുടി തൊട്ട് നഖം വരെ നമ്മൾ ചിലപ്പോൾ ക്ലീൻ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ മേലാതിറക്കുന്ന പാമ്പേഴ്സ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ചിലർക്ക് അറപ്പുണ്ടാകാം, അതൊന്നും പാടില്ല. അല്ല, ശരിക്കും ഭൂമിയിലെ മാലാഖമാർ എന്ന് പറയുന്നത് ശരിക്കും നഴ്സുമാർ അതുകൊണ്ടാണ് ഏത് രീതിയിലുള്ള പേഷ്യൻ്റ് എത്ര രോഗങ്ങളായിക്കോട്ടെ എന്ത് വന്നാലും നഴ്സുമാർക്ക് പുറകോട്ട് നിൽക്കാൻ പറ്റില്ല. പകരുന്നതായിരിക്കും ചിലപ്പോൾ, അല്ലാതെ പല പല ബുദ്ധിമുട്ടുകളുള്ള. പക്ഷെ ഒന്നും കോവിഡ് സമയത്തൊന്നും അവർ മാറി നിന്നല്ലോ. ഒരു കാര്യത്തിൽ മറക്കാനോ പാടില്ല. നമ്മളെ ജീവിതം തന്നെ ത്യാഗം ചെയ്തങ്ങ് അറിയിക്കുക. അങ്ങനെ നിന്നാൽ മാത്രമല്ല, അങ്ങനെ നിന്നവരെല്ലാം വിജയിച്ചിട്ടുമുണ്ട്. നഴ്സുമാർ മാലാഖമാരാണെങ്കിൽ അവരെയൊക്കെ തയ്യാറാക്കുന്ന താങ്കളൊക്കെ ശരിക്കും ദൈവത്തിന് തുല്യമാണെന്നാണ് ഞാൻ പറയുന്നത്. അധ്യാപകരും താങ്കളും ഒക്കെ. എന്തായാലും സ്ഥാപനത്തിന് വളരെ വിശദമായ വിവരങ്ങളൊക്കെ നൽകി. പിന്നെ ഇതിനകത്ത് ഞങ്ങളൊരു ഫാക്കൽറ്റിയോട് വേറെ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ബാംഗ്ലൂരിലും അവിടെ ഇവിടെയൊക്കെ പഠിക്കുന്ന നേഴ്സിംഗ്, ജനറൽ നേഴ്സിംഗ് പഠിക്കുന്ന പിള്ളേരുണ്ട്. അവർക്ക് നമ്മൾ ട്യൂഷൻ പോലെ നമ്മൾ ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓൺലൈനിലാണോ നമ്മൾ ചെയ്യുന്നത്? ഓൺലൈനിലും ഉണ്ട്, അല്ലാതെ ഓഫ്ലൈനായിട്ട് ഡയറക്റ്റ്. അതായത് ചില വിഷയങ്ങൾ പോയ പിള്ളേരെ, അല്ലെങ്കിൽ അവിടുന്ന് പഠിത്തം നിർത്തി പോകുന്ന സാഹചര്യത്തിൽ വന്ന പിള്ളേരെ, അങ്ങനെയുള്ള പിള്ളേർക്ക് നമ്മളിവിടെ ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. ട്യൂഷൻ പോലെ GNM പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ് ടൈമൊക്കെ എങ്ങനെയാണ്? അപ്പോൾ ക്ലാസ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ റെഗുലറായിട്ട് ഇപ്പം 10 to 3 ആണ്. ഒത്തിരി ദൂരെ നിന്നുള്ള പിള്ളേർ, പാവപ്പെട്ട പിള്ളേരാണ് വരുന്നത്. ഒത്തിരി ദൂരെ നിന്ന് വരുന്നു. കാര്യം പറഞ്ഞാൽ ചേർത്തല അല്ലെങ്കിൽ അങ്ങ് പറവൂർ ആ സൈഡിൽ നിന്നൊക്കെ വരുന്നുണ്ട്. പിന്നെ പേട്ട അങ്ങ് സൈഡിൽ നിന്നൊക്കെ, എല്ലാ സൈഡിൽ നിന്ന് തന്നെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് പോയി വരാനുള്ളൊരു സമയം വേണം, ഈ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും. അതുകൊണ്ട് ഞങ്ങൾ 10 to 3 ആണ് സമയം വെച്ചാൽ. പക്ഷേ പോർഷൻസ് തീരാതെ അല്ലെങ്കിൽ ഡ്യൂട്ടി ടൈമിലൊക്കെ സാധാരണ ഡ്യൂട്ടി ടൈമും കാര്യങ്ങളൊക്കെ വരും. ഇവർക്കൊരു ബുദ്ധിമുട്ടില്ല. ഇനിയിപ്പം അകലെയുള്ള പിള്ളേരാണ് ഡ്യൂട്ടിക്ക് വരുന്നത്, അവർക്ക് ഞങ്ങൾ ഹോസ്റ്റലുണ്ട്, അവിടെ താമസിച്ചുകൊണ്ട് ഡ്യൂട്ടിക്ക് പോകാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ സംസാരിച്ചു, വളരെ വിശദമായ കാര്യങ്ങൾ സംസാരിച്ചു. താങ്കൾക്ക് പ്രത്യേക നന്ദി. എനിക്ക് പ്രത്യേകം ഇഷ്ടപ്പെട്ടത് താങ്കളുടെ ആ ഓഫീസിൻ്റെ ഡോറിൻ്റെ വാതിലിൽ എഴുതി വെച്ചൊരു മനോഹരമായ വാചകമാണ്, സ്വപ്നത്തിൻ്റെ വാതായനങ്ങൾ നിങ്ങൾ തുറക്കൂ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഞങ്ങൾ സാധൂകരിച്ചു തരാം. എന്തായാലും ഈ ഒരു സ്ഥാപനം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു റൈറ്റ് ചോയ്സ് തന്നെയാണ്. നഴ്സിംഗ് പഠന മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് സെൻറ്റ് സേവിയേഴ്സ് കോളേജ് ഓഫ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ എന്ന സ്ഥാപനം. മനോഹരമായ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. പ്രിയപ്പെട്ട സിമ്മി സാറിനും ക്യാമറമാൻ റിജോയ് പറവൂറിനും എൻ്റയർ മീഡിയ ടീമിനൊപ്പം സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.